എന്ത് അമ്മയുടെ പേരോ സ്ഥലമോ മക്കളോ ഒന്നും ഓർമ്മയില്ലായിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഫുഡ് തന്നെ കുനിഞ്ഞിരുന്ന് വാരി കഴിക്കുകയല്ലാണ്ട് അത് നൂന്ന് നോക്കുകയും അതിലുള്ള ടേസ്റ്റ് വ്യത്യാസം ഒന്നും പറയാറില്ലായിരുന്നു. അമ്മ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. ഈ അസുഖം വന്നതിന് ശേഷം വെച്ച് അമ്മ ചിരിക്കുകയൊന്നുമില്ലായിരുന്നു. ഞാൻ ഷീന, ട്രിവാൻഡ്രത്ത് പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇത് എൻ്റെ അമ്മ രാജേശ്വരി, 62 വയസ്സ് പ്രായമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ പരിചയം എന്ന് പറയുന്നത് ഒരു 6-7 വർഷം മുന്നേ എൻ്റെ ഹസ്ബൻഡിന് ഒരു പാരാലിസിസ് വന്നിട്ട് ഞങ്ങൾ വരികയായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ കൂടെ തന്നെയാണ് നമ്മൾ ആ അസുഖം ഏതാണ്ട് ഒരു 98% നമുക്ക് മാറി കിട്ടുകയും, പുള്ളി ഡ്രൈവറാണ്. അതിനുശേഷം ഒരു 2 വർഷത്തെ പ്രാക്ടീസിന് ശേഷം പുള്ളി ഡ്രൈവിംഗ് ഫീൽഡിലോട്ട് ഇറങ്ങുകയും ഇപ്പോൾ നന്നായി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അറിവാണ് നമുക്ക് റാൻഡ്സ്ട്രീ ഡോക്ടറുടെ അടുത്ത് നമുക്കുള്ളത്. അതിനുശേഷം അമ്മയ്ക്ക് ഒരു മെഡിസിൻ അലർജി ആയിട്ട് ഒരു വർഷത്തോളം നമ്മൾ പല ഡോക്ടർമാരെയും കണ്ടിട്ട് ഒരു മാറ്റവും ഇല്ലാണ്ട് എന്താണ് അസുഖമെന്നും പോലും മനസ്സിലാകാണ്ട് നമ്മൾ നടക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡോക്ടറുടെ കാര്യം ഓർമ്മ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്നു ഡോക്ടർ നോക്കിയിട്ട് 2-3 ദിവസത്തെ അനാലിസിസിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇത് അമ്മയ്ക്ക് സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയ്ക്ക് അന്നത്തെ സമയം നടക്കാനോ ഓർമ്മയോ ഒന്നുമില്ലായിരുന്നു. എന്ത് അമ്മയുടെ പേരോ സ്ഥലമോ മക്കളോ ഒന്നും ഓർമ്മയില്ലായിരുന്നു. അവിടെ നിന്നും നമ്മുടെ 21 ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അമ്മയ്ക്ക് എല്ലാ ഓർമ്മയും തിരിച്ചു കിട്ടുകയും സംസാരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൈയൊന്നും അനങ്ങത്തില്ലായിരുന്നു. കാല് ചെറിയ നടക്കാനുള്ള ഇതുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട്. കൈ നന്നായി അനങ്ങുന്നുണ്ട്. നാവ് നന്നായി കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് എന്ത് കഴിച്ചമ്മ? ഉച്ചയ്ക്ക് എന്ത് കഴിച്ച? ഉച്ചയ്ക്ക് ചോറ്, അവിയൽ, രസം, ഫ്രൈ. സന്തോഷമായ അമ്മയ്ക്ക്? പിന്നെ സന്തോഷമായി. ഇവിടുത്തെ ചികിത്സയിൽ അമ്മ നല്ല ഹാപ്പി തന്നെയാണ്. ഡോക്ടറെ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇത്രയും റിക്കവർ ആയത്. അതിന് നമ്മളും നല്ല ഹാപ്പിയാണ്. നാളെ നമ്മൾ പോകുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന്. 10 മണിക്ക് ശേഷം പോവായിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഫുഡ് തന്നെ കുനിഞ്ഞിരുന്ന് വാരി കഴിക്കുകയല്ലാണ്ട് അത് നൂന്ന് നോക്കുകയും അതിലുള്ള ടേസ്റ്റ് വ്യത്യാസം ഒന്നും പറയാറില്ലായിരുന്നു. അതിൽ നിന്ന് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ആഹാരം എന്താണെങ്കിലും അത് വേണ്ടെങ്കിൽ വേണ്ടാന്ന് തന്നെ പറയും. കുട്ടികളോട് ഷൗട്ട് ചെയ്യേണ്ടത് അത് പഴയ എന്തായിരുന്നോ അതിന്റെ 80% ആള് റിക്കവർ ആയത് ഈ ഒരു 21 ദിവസത്തെ ട്രീറ്റ്മെന്റിൽ തന്നെയാണ്. മരുന്ന് ഉള്ളിലോട്ട് കൊടുക്കാതെയാണ് ഇത്രയും ചെയ്തത്. കാരണം മെഡിസിൻ അലർജി ആയതുകൊണ്ട് ഒന്നും ഉള്ളിൽ കൊടുക്കുന്നില്ല. എല്ലാം ഈ പുറമേ ഉള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെയാണ് ഇത്രയും ആയത്. അപ്പം ഇനി ഉള്ളിലൂടെ കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും നമുക്കൊരു 99% നമുക്ക് റിക്കവർ ആവുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ മെഡിസിൻ അലർജി ഉള്ളത് കൊണ്ടാണ് ഡോക്ടർ അത് ചെയ്യാത്തത്. പക്ഷേ ഇനി മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു ചെറുതായിട്ട് കൊടുത്തു തുടങ്ങാം. അതിൽ നിന്നും പൂർണ്ണമായി റിക്കവർ ആവുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആകുമെന്ന് ഉറപ്പുണ്ട് നമുക്ക്. നമ്മളിവിടെ വരുന്ന സമയത്ത് തീരെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുവന്നത് ഒരാഴ്ച ആയപ്പോൾ തന്നെ വളരെ പതിയെ പിടിച്ച് നടക്കാൻ തുടങ്ങി. അതുപോലെ വന്ന സമയത്ത് സംസാരം തീരെയില്ല, ഒന്നും പറയത്തില്ല. നമ്മൾ ആഹാരം വേണം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ കഴിക്കും, വീണ്ടും കിടക്കും. ഇത് തന്നെയായിരുന്നു അവസ്ഥ. യാതൊന്നും പറയത്തില്ല. ഇനി വെള്ളം വേണം എന്ന് ആവശ്യപ്പെട്ട് വാങ്ങുകയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നടന്നു തുടങ്ങുകയും അതിനോടൊപ്പം തന്നെ ഓരോരോ വേർഡുകളായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം പേരോ ഒന്നും ഓർമ്മയില്ല. പിന്നെ നമ്മൾ ചോദിച്ചു വന്നപ്പോഴത്തേനും പേരുകൾ ഓർമ്മ വന്നു തുടങ്ങി. അവിടെ നിന്നും ഒരു സെന്റൻസ്, ഒരു 3-4 വേർഡ് ചേരുന്ന ഒരു സെന്റൻസിലോട്ട് കയറി. അത് കഴിഞ്ഞ് ഒരു 2.5 ആഴ്ച ആയപ്പോഴത്തേനും ഒരു സെന്റൻസ് ഫുള്ള ചെന്നെത്തിക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ സംസാരിക്കും പോലെ ഫ്ലുവൻ്റ് ആയിട്ട് എത്തിയില്ലെങ്കിൽ പോലും ചില സമയങ്ങളിൽ അത് ഡ്രോപ്പായി പോയാൽ പോലും മിക്കപ്പോഴും പറഞ്ഞെത്തിക്കാറുണ്ട്. അത് ഈ 3 ആഴ്ച ആയപ്പോഴത്തേനും തന്നെ സംസാരം ഏകദേശം നല്ലപോലെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നടന്നതും 2 ആഴ്ച ആയപ്പോൾ തന്നെ പതിയെ പിടിച്ചു നടക്കാൻ തുടങ്ങി. പിന്നെ ഈ 2 ആഴ്ച കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് 3-ാമത്തെ ആഴ്ചയിലോട്ട് കയറിയതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ കറക്റ്റ് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. നമ്മളിപ്പം ഈ 4 ആഴ്ചയുള്ള ട്രീറ്റ്മെന്റിൽ തന്നെ ഏകദേശം 98% ഓക്കെ ആണ് അമ്മ നടക്കാൻ. കാരണം നമ്മൾ ആ കണ്ട സ്റ്റേജിൽ നിന്നും ഇപ്പോൾ കാണുന്നത് വളരെ ഒരു ഡിഫറെൻ്റ് ആണ്. അമ്മയുടെ ഒരു ഇതെന്ന് പറയുന്നത് കൈക്കുള്ള സ്വാധീനക്കുറവ്, അത് ആഹാരം വാരി കഴിക്കാനോ ഒന്നിനും പറ്റത്തില്ലായിരുന്നു. അത് 2 ആഴ്ച ആയപ്പോഴത്തേനും ആഹാരം വാരി കഴിക്കാൻ തുടങ്ങി. ചിരിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് അമ്മ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. ഈ അസുഖം വന്നതിന് ശേഷം വെച്ച് അമ്മ ചിരിക്കുകയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ചിരി തുടങ്ങിയ പിന്നെ നോൺ സ്റ്റോപ്പാണ്. അങ്ങനെയാണ് അമ്മയുടെ ചിരി ഇപ്പോൾ. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ ഡോക്ടേഴ്സിന് തന്നെയാണ്. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മളോടെല്ലാം പെരുമാറിയത്.
അമ്മയൊക്കെ നോക്കിയത് ഒരു സ്വന്തം അമ്മയെ പോലെ നോക്കുന്നത് പോലെയാണ് അമ്മയോട് സംസാരിക്കുന്നതും എല്ലാം. എത്ര സമയം അപ്പോഴപ്പോഴാ വന്ന് സംസാരിക്കുമ്പോഴെല്ലാം വളരെ നമ്മളെ വീട്ടിലെ ഒരാളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിലാണ് അമ്മയോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. നമ്മുടെ തെറാപ്പിസ്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ വളരെ വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മളോട് ചെയ്തത്.